എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിക്കാനോ? എന്റെ ചോദിച്ചോ. പേര് അബ്ദുറഹ്മാൻ. സാർ അബ്ദുറഹ്മാൻ, മനസ്സിലായി. എൻ്റെ അടുത്ത് ഏതാനും ചെറുതാനീച്ച കോളനികളുണ്ട്. ഇത് 1 വർഷം 1.5 വർഷം എല്ലാം ആയതാ. ഇതുവരെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ടില്ല. ഡിവൈഡ് ചെയ്യണം സാറേ. അപ്പൊ ഞാനിതാ അടുത്ത ദിവസം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് കരുതി വെച്ചതാണ്. ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാ. ഓക്കെ. അപ്പോ എൻ്റെ എല്ലാ പെട്ടികളും ഒരേ അളവില്ല, 14:4 പെട്ടിയാ. അതെ ബോക്സ് 14:4 എല്ലാ ബോക്സും ഞാൻ തന്നെ നിർമ്മിച്ചാണ്. അതെ അതെ. അപ്പോ ഞാൻ ആ പെട്ടി നാളെ തുറക്കുന്ന സമയത്ത് സാറേ ഒരു മിനിറ്റ്, ഏതെങ്കിലും ഒരു ഒരു മിനിറ്റ്. ഈ തുറക്കുന്നത് ഈ മഴ സമയത്ത് ഒരിക്കലും തുറക്കരുത്. ആ നല്ല തെളിച്ചമുള്ള സമയത്ത് മാത്രമേ ഈ കൂട് തുറക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ കൂട് പോക്കടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം അടിക്കും. ഈർപ്പം അടിച്ചു ആ കഴിഞ്ഞാൽ കൂട് പോക്കാം. ആ അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ മഴ ഉള്ള സമയത്ത് ഒരിക്കലും ചെറുതേനീച്ച കൂട് തുറക്കില്ല. നമ്മളെ വലിയ തേനീച്ച തുറക്കുന്ന മാതിരി അല്ല. ആ അത് നമ്മൾ ആ പ്രത്യേകം ശ്രദ്ധിക്കുക. തോർച്ചയുള്ള ഓക്കെ. സമയത്ത് തുറക്കുക. തുറന്നിട്ട് താങ്ക് നമുക്ക് യു. സ്പ്ലിറ്റ് ചെയ്യാം. താങ്ക് യു. നീ ചോദിച്ചു. അപ്പൊ എന്തെങ്കിലും കാരണവശാല് റാണിനെ കാണുന്നില്ല എങ്കിൽ, അതെ. ആ റാണിനെ കാണുന്നില്ല എങ്കിൽ അവിടെ ഞാൻ എങ്ങനെ പിന്നെ സ്പ്ലിറ്റ് ചെയ്യും? ഞാൻ ഉദ്ദേശിച്ച കാര്യം പറയട്ടെ. ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് 2 എണ്ണം കൂടി തുറന്നു വെക്കും. തുറന്നു വെക്കുന്നേരം ഈ 2 പാളിയിലും മുട്ടയും പൂമ്പൊടിയും തേനും എല്ലാം ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. ഉണ്ട് 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 അടിയിലും ഉണ്ടാവും, മുകളിലും ഉണ്ടാവും. ഉണ്ട്. അപ്പൊ എന്റെ പുതിയ കൂടിന്റെ ഒരു പാളി എടുത്തിട്ട് ഒന്നിനും വെക്കും, മറ്റേ പാളി അതെ, എടുത്ത് അങ്ങനെ രണ്ടാമത്തേലും അങ്ങനെ വെക്കും. ചെയ്യണ്ടേ. അങ്ങനെ അങ്ങനെ രണ്ട് വെക്കും. സൈഡിലും മുട്ട അങ്ങനെ വെച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് ചെയ്യും. ഭാഗത്തേക്കും അങ്ങനെ വെച്ച് 2 ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അതെ. ഈ മാറ്റി വെക്കുന്നതിൽ റാണി ഉള്ള കൂടാകുന്നേരോ അതാണല്ലോ വേണ്ടത്. അങ്ങനെ റാണിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് റാണിക്ക് മുട്ടയിടാനുള്ള കപ്പുകൾ വീണ്ടും കെട്ടിക്കൊണ്ടേയിരിക്കും. ആ പുതിയ പുതിയ കൂട്ടില് റാണി സെല്ല് മാതിരി തോന്നിക്കുന്ന സെല്ലുകളും വരും. 2 കൂട്ടിലും 2 അവസ്ഥയാ. ഒരു കൂട്ടി റാണിയുണ്ട്, ഒരു കൂട്ടി റാണിയില്ല. ആ ആ റാണി ഇല്ലാത്ത കൂട്ടി അവര് റാണി സെല്ല് മാതിരിയുള്ള സെല്ലുകൾ കെട്ടും. മനസ്സിലായോ? റാണി ഉള്ള കൂട്ടി റാണിക്ക് മുട്ടയിടാൻ വേണ്ടിയിട്ട് കപ്പുകളും കെട്ടിക്കൊടുക്കും. അങ്ങനെ തീർച്ചയായിട്ടും റാണിയുള്ള കൂട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത് എത്ര ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കണം? അത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട്. ആ അപ്പൊ ഫസ്റ്റിലെ റാണിനെ കാണാത്ത സമയത്ത് നമ്മൾ ഏത് കൂടിനെ ദൂരെ മാറ്റി വെക്കും? ദൂരെ മാറ്റണ്ട സാറേ. ആ 2 തൊട്ടടുത്ത് തന്നെ അടുത്തടുത്തങ്ങ് വെക്കുക. ഇട്ടിരുന്ന നമുക്കറിയാം. റാണിയും കണ്ടില്ലല്ലോ. ആ ആ ആ ആ ആ ആ 2 അടുത്തടുത്തങ്ങ് ഇടുക. 2 ആ അടുത്തടുത്തിട്ടിട്ട് ഒരു ആ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥ വരുമല്ലോ. ആ ആ ആ ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് റാണിയെ കണ്ടില്ലെങ്കിലും നമുക്ക് റാണിയെ ഉറപ്പിക്കാൻ പറ്റും. സർ ഓക്കെ. എന്നിട്ട് മറ്റേ കൂട്ടി റാണി സെല്ല് ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു കൂട്ടിൽ നിന്ന് റാണി സെല്ല് കിട്ടുവാന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും പെട്ടെന്ന് അങ്ങ് ആയിക്കോളും. ആ ആ ആ ആ അപ്പൊ ക്ലിയർ. അപ്പൊ ഇപ്പൊ നിലവില് എന്റെ ചില സ്റ്റാൻഡിനുള്ള രണ്ട് കോളനികൾ ഒന്നിച്ചാ വെച്ചത്, അതെ തൊട്ടടുത്ത് തന്നെ. അപ്പൊ അതെ. ഞാനതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 എണ്ണം ഒന്നിച്ച് ഡിവൈഡ് ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്? ആദ്യം 1 എണ്ണം ഡിവൈഡ് ചെയ്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡിവൈഡ് ചെയ്യുന്നതാണോ നല്ലത്? ആദ്യം ഒരെണ്ണം ചെയ്യും സാറേ. മനസ്സിലായോ? അല്ലെങ്കിൽ ഈച്ചകളെല്ലാം കൂടെ ആ വന്നിട്ട് കടി കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും തുറക്കുമ്പോഴേ. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യം ഒരെണ്ണം ചെയ്യും. ഒരെണ്ണം ചെയ്തിട്ട് ഇതാക്കിയിട്ട് അടുത്തത് ചെയ്താൽ ആ മതി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മറ്റേ രണ്ടാമത്തെ മതി ചെയ്യല്ലേ? മതി മതി മതി. അതായിരിക്കും കൂടുതൽ നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ. റാണി സെല്ലുകൾ കിട്ടുവാന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് ഈ റാണി ഇല്ലാത്ത കോളനിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് സെറ്റ് ആവും. നമ്മൾ ഇളക്കുമ്പോൾ ഗൈനി എന്ന് പറയുന്ന സാധനം കിട്ടും. ആ ഒരു ഗൈനിയോടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ കൂട്ടിൽ തന്നെ വെക്കാം. പുതിയ കൂട്ടിലോ പഴയ കൂട്ടിലോ വെക്കാം, കുഴപ്പമില്ല. അതൊക്കെ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ അങ്ങ് മുട്ടയിടും, മേറ്റിങ് കഴിഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു.